നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കേന്ദ്രമന്ത്രിസഭ നരേന്ദ്രമോദിജിയുടേത് 3ാം ടൈമാണ്. കാരണം ഒരു മന്ത്രിസഭ ഷഫ്ലിംഗ് ഉണ്ടാകുമെന്ന് കേട്ടു. ഇനി ഷഫിൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാളെ, കാരണം നമ്മുടെ ജോർജ് കുര്യൻ രാജ്യസഭാ അംഗത്വം അവസാനിച്ചതോടെ, കാലാവധി കഴിഞ്ഞതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ചു. അയാൾ ഇനി സംസ്ഥാനത്തെ BJPയുടെ പാർട്ടി ചുമതലകളിലേക്ക് സജീവമാകുകയാണ്. അപ്പോൾ ആ ഒരു ഒഴിവുകൂടെ കിടപ്പുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഇടപെട്ട് നേരത്തെ തന്നെ ഇടയ്ക്ക് രാഷ്ട്രപതിയെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ഇപ്പോൾ കേൾക്കുന്നത് നീറ്റ് പരീക്ഷയുടെ പേരിൽ വിവാദത്തിലായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ, അത് നീറ്റ് പരീക്ഷയുടെ പേരിൽ അല്ല എങ്കിലും അദ്ദേഹത്തിന് മറ്റൊരു ചുമതല നൽകുമെന്ന് അറിയുന്നു. പിന്നെ നമ്മുടെ ധനകാര്യ മന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. മിക്കവാറും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും RBIയുടെ മുൻ ചെയർമാനുമൊക്കെ ഗവർണറൊക്കെ ആയിരുന്ന ശക്തികാന്ത് ദാസ് ആകും അടുത്ത ധനകാര്യമന്ത്രി എന്ന് കേൾക്കുന്നു. നിർമ്മല സീതാരാമന് മറ്റേതെങ്കിലും വകുപ്പ്, ഒന്നുകിൽ മാനവ വിഭവശേഷി വികസന വകുപ്പ് എന്തെങ്കിലും ഒന്ന്. കാരണം അവരൊരിക്കലും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ പറ്റില്ല. കാരണം അവരെ പോലെ കഴിവുള്ള പ്രധാനമന്ത്രിയുടെ കൈകളിലൊന്നാണ് അവർ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കൂറ പാർട്ടി കുറെ പാറ്റകളെയും വിളിച്ച് ജന്തർ മന്ദറിലേക്ക് ചെന്ന്. കാരണം എന്തായാലും ഒരു ഷഫിൾ ഉണ്ടാകും രാജ്യസഭയിൽ. ഞാൻ പറഞ്ഞത് ജോർജ് കുര്യൻ അടക്കമുള്ളവർ ഇറങ്ങും, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും. അപ്പോഴെന്തൊരു ഷഫിൾ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പ്രകാരം BJP സർക്കാർ മന്ത്രിസഭയിൽ അഴിച്ചു പണിത് വെടിപ്പാക്കിയിരിക്കുന്നു എന്നൊക്കെ ഒരു അവകാശവാദം ഉന്നയിക്കുക. അതായത് ഒരു പണിയില്ലാത്ത തലയിലേക്ക്, ഒരു ജോലിയില്ലാതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അണികളുടെ തലയിലേക്ക് ഈ സംഭവം അങ്ങ് റീലായിട്ടും ഇൻസ്റ്റാഗ്രാം പോസ്റ്ററായിട്ടൊക്കെ അങ്ങ് ഇഞ്ചക്ട് ചെയ്യുക. അത് അത്രമാത്രമേ ഒരു ലക്ഷ്യമുള്ളൂ അല്ലേ? ഈ ശരിക്കും എവിടെ എത്തി ദീപ് കെ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴും സമരം തുടരുന്നുണ്ട്. 6 ദിവസമായി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 100 ആൾ തികച്ചില്ല. അതാണ് അവസ്ഥ. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വളരെ രസകരമാണ്. ഈ 100 പേരിൽ പകുതിയും ഈ JNUവിൽ പഠിക്കാൻ പോയ കുറച്ച് മലയാളികളും പിന്നെ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും ഒക്കെയാണെന്നാണ് പറയുന്നത്. 100ൽ പകുതിയും, അതായത് ഒരു 50 പേര്. 100 പേരുണ്ടെന്ന് വെച്ചോളൂ, അതിൽ 50 പേര്. ഇനി ഇവർ ഈ കുട്ടികളെ കിട്ടുന്നില്ല സമരത്തിന്. അപ്പോൾ ഇവർ ഈ ദീപ് കെ വലിയ രീതിയിൽ ആഹ്വാനം ചെയ്തു രക്ഷകർത്താക്കളോട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ രക്ഷകർത്താക്കളോട് മക്കളെ സമരത്തിന് വിടൂ, എന്തിനാ പോലീസിന്റെ വെടികൊണ്ട് ചാവാൻ? മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവിടെ ഇവരുടെ ഉദ്ദേശം അക്രമമാണ്. ഇവർ വിചാരിച്ചത് എന്താണ്? ഇപ്പോൾ നമ്മളവിടെ വരുമ്പോൾ ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കും. അപ്പോൾ നമുക്ക് അവിടെ വലിയൊരു ഒരു ആവേശപൂർവം ഒരു വലിയ ബഹളം അവിടെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആൾ, എപ്പോഴും അങ്ങനെയാണല്ലോ, ബഹളമുള്ള സ്ഥലത്തേക്ക് ആൾ കാണാനും കേൾക്കാനും ഒക്കെ ആൾ കൂടും അവിടെ. അപ്പോൾ ആൾ കൂടും. ഈ ആളെ എല്ലാം നമുക്ക് ഇതിൻ്റെ ഭാഗമാക്കി എടുക്കാം എന്നുള്ളതായിരുന്നു ഇവരുടെ തന്ത്രം. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി. ഡൽഹി പോലീസ് പറഞ്ഞ് നിങ്ങൾക്ക് സമരം ചെയ്യണോ, ബാ. ഒരു ചുവപ്പ് പരവതാനി വിരിച്ചാണ് സ്വീകരിച്ചത് എയർപോർട്ടിൽ നിന്ന്. ഇപ്പോൾ സമരം തുടങ്ങിയ 6 ദിവസമായിട്ടും ഈ അഭിജിത്ത് ദീപ് കെക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. അല്ല, ഒന്ന് ഈ സമരം ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല. ഇട്ടിട്ട് പോയാൽ അല്ല, ബാക്കിയുള്ളവർ പോകുന്നല്ല, നാട്ടുകാരടിക്കും. നീ ഇത്രയൊക്കെ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി വന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ, നാണക്കേട്. 2 കോടി ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 കോടി. ഇനിയിപ്പോൾ സമരത്തിന് ആളെ തയ്ക്കണമെങ്കിൽ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെ ഒക്കെ അതിർത്തി തുറന്നു. 2 കോടിയിൽ 3/4 ഭാഗവും അവിടെ പുറത്തുള്ളവരാണല്ലോ. അതുകൊണ്ടാണ് ഈ അതിർത്തി തുറന്ന് അവരെ ഇങ്ങോട്ട് വരുത്തിയാൽ ഓക്കെ, 2 കോടി ആൾക്കാർ ഇവിടെ ഇത് സമരത്തിനുണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാത്രമല്ല രാജ്യദ്രോഹമല്ലേ മനസ്സിലായി. ഇനി മറ്റു രാജ്യക്കാരെ കൂട്ടുപിടിച്ചിട്ട് കഴിഞ്ഞില്ല, അതും കഴിഞ്ഞില്ല. അപ്പോൾ രക്ഷാകർത്താക്കളോട് പറഞ്ഞു മക്കളെയൊക്കെ വിട് എന്ന് വെച്ചാൽ എന്തോ വലിയ കാര്യത്തിനാണ്. നമ്മളിപ്പോൾ ഈ കോളേജിൽ പഠിക്കുമ്പം NCC, സ്കൗട്ട്, NSS ഇവരൊക്കെ കുട്ടികൾ ഈ PTA മീറ്റിങ്ങിൽ വന്നിട്ട് രക്ഷകർത്താക്കളോട് പറയും മക്കളെ ഇതിലൊക്കെ വിടണം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് നല്ലതാണ്, കുട്ടികൾക്ക് അച്ചടക്കം ഉണ്ടാവും, അവർ നല്ല സ്വഭാവശുദ്ധിയുള്ളവരാകും. അപ്പോൾ താല്പര്യപ്പെട്ട് രക്ഷകർത്താക്കൾ വിടും. കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ NCCയിലും സ്കൗട്ടിലും ഇതിലുമൊക്കെ ചേരുന്നത് അങ്ങനെയാണല്ലോ.
അതുപോലെ രക്ഷകർത്താക്കളുടെ അടുത്ത് പറയണം, എന്തിനാ വെടികൊണ്ട് ചാവാൻ, ഇവിടെ വന്ന് അക്രമം കാണിക്കുമ്പോൾ പോലീസ് വെടിവെക്കും, അപ്പോൾ ആൾക്കാർ ചാവും. അപ്പോൾ അതൊരു വലിയ വിഷയമാക്കി മാറ്റി രാജ്യം കത്തിക്കുക. ഈ രക്ഷകർത്താക്കൾ കുട്ടികൾ വീട്ടിൽ നിന്നും ഏതെങ്കിലും അച്ഛനമ്മമാർ അങ്ങനെ അതെ അച്ഛനമ്മമാര് കുട്ടികളെ വീട്ടിൽ നിന്നും പഠിക്കാനായിട്ട് ബാഗ് കയറ്റൊക്കെ ഇറങ്ങുമ്പോൾ പറയണത്, മക്കളെ വേറെ ഒന്നിലും പോയി ചാടരുത്, നേരെ സ്കൂളിൽ പോകണേ, പോയി പഠിക്കുക, കളിക്കുക, നേരെ തിരിച്ചു വരണേ. അപ്പം അങ്ങനെ വളർത്തുന്ന നമ്മുടെ രാജ്യത്തെ 99.99% രക്ഷകർത്താക്കളും മക്കളെ നോക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത അഭിജിത്ത് ദീപ്കയുടെ അടുത്ത ആഹ്വാനം കേട്ടോ. കർഷക സംഘടനകൾ സമരം ചെയ്യുന്നുണ്ടല്ലോ മോദി സർക്കാരിനെതിരെ. അപ്പോൾ കർഷക സംഘടനകളോട് തീർന്നില്ല, ഇല്ല അവരും ഇങ്ങനെ ഈ പറഞ്ഞ ആളൊന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ. പഞ്ചാബിൽ ഇലക്ഷൻ എടുക്കുമ്പോൾ പഞ്ചാബില് കാശുള്ള ഒരുപാട് മണ്ടികളുണ്ടല്ലോ, അതായത് ഇടനില നിന്ന് കർഷകന്റെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് കൂടിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്ന മണ്ടികളുണ്ട്. അതൊരു വലിയ ലോബിയാണ്, വലിയ മാഫിയാണ്. ഇവന്മാര് അവിടെ വന്ന് ടെന്റ് അടിച്ച് AC ഒക്കെ വെച്ചാണ് കിടക്കുന്നത്. അവന്മാർക്ക് എന്തുവാ, വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരുന്ന് തിന്നുന്നത് പോലെ ഇവിടെ വന്ന് ടെന്റ് അടിച്ച് കിടക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു. അങ്ങനെ തന്നെ വെള്ളം കൊടുക്കാൻ ആള്, വെള്ളമാണ്. പിന്നെ കർഷക സംഘടനകളെ ഇനി രസം എന്താന്ന് വെച്ചാൽ ഇവര് കർഷക സംഘടനയെ വിളിക്കുന്നു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, കേട്ടതായിട്ട് പോലും നടിക്കുന്നില്ല. അവസ്ഥ. ഇനി മറ്റവനുണ്ടല്ലോ സോനം വാങ്ചുക്ക്, ലഡാക്കിൽ നിന്ന് ഒരുത്തൻ കുറ്റിയും പിഴുതോണ്ട് വന്നല്ലോ, അവൻ കുറെ കാലം ജയിലിലായി. ജൻസി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അവിടെ 2 പേരെ കൊലയ്ക്ക് കൊടുത്ത് പോലീസ് അവനെ തൂക്കി അകത്തിട്ട് കുറേ ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം വല്ലച്ചാതിനും ജാമ്യത്തിൽ ഇറങ്ങി. ഇപ്പോൾ അവൻ ഇവിടെ വന്നെങ്കിലും ഈ ജനങ്ങൾ ഇവനെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരവസ്ഥയാണ്. കാരണം ആൾക്കാരെ, മനുഷ്യൻ്റെ ജീവനല്ലേ അത് നഷ്ടപ്പെടുത്തിയിട്ട് ഈ എന്ത് ലാഭം നേടാനാണ്? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവനെ കൈ കിട്ടിയ ജനം അടിക്കും. അതുകൊണ്ട് അവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോട്ട് താമസം മാറിയിട്ട് അവിടെ ആകുമ്പം പൊതുജനം കയറത്തില്ലല്ലോ പെട്ടെന്ന്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവൻ ആഹ്വാനം ചെയ്യുക, അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്, മറ്റത് ചെയ്, മറിച്ചത് ചെയ്. അതും പൊളിഞ്ഞേ അല്ല അത് ഈ പുറത്ത് 2 കോടി ആൾക്കാർ മെമ്പർഷിപ്പ് ഇതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ തന്നെ, ഇന്ത്യക്ക് പുറത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് മാത്രമല്ലെന്നേ, ഇതൊരു വിദേശത്ത് ഉൽപ്പാദിപ്പിച്ച ഒരു ഉൽപ്പന്നമാണ് ഈ CJP, കോക്രോച്ച് ജണ്ട പാർട്ടി. സത്യത്തിൽ സുപ്രീം കോടതി ഈ ഒരു വേലയും കൂലിയും ഇല്ലാതെ ബാർ അസോസിയേഷനിൽ വന്നിരുന്ന് ഈ സകല വിടക്ക് ഹർജികളുമായിട്ട് മുന്നോട്ട് പോകുന്ന വേലയും കൂലിയും ഇല്ലാത്ത കുറേ അഭിഭാഷകരുണ്ട്. അവരെയാണ് സുപ്രീം കോടതി ആക്ഷേപിച്ചത്. അല്ലെങ്കിൽ അവരെ പോലെ ഈ പണിയെടുക്കാത്ത ആൾക്കാരിങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനെയാണ് ഇവന്മാർ പൊക്കിപ്പിടിച്ച് ഒന്നാലോചിച്ച് നോക്കും. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെതിരെയാണ് വാസ്തവത്തിൽ കലാപം. നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാം, പക്ഷെ അതിന് കലാപം നടത്താനൊന്നും നമുക്ക് അതിനുള്ള ഇതൊന്നുമില്ല, റൈറ്റൊന്നും നമുക്കില്ല. ഇരിക്കട്ടെ. ഇനി അപ്പോൾ കർഷകർ പിൻവലിഞ്ഞു, അവർ മൈൻഡ് ചെയ്യുന്നില്ല, രക്ഷകർത്താക്കൾ മൈൻഡ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ആളെ കിട്ടുന്നില്ല വേറൊരു തരത്തിലും. ഇനി അടുത്ത മറ്റൊരു വിഷയം, നമ്മളെല്ലാ വിഷയത്തിലും ചാടി വീണ് അഭിപ്രായം പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ഇന്ത്യയിൽ, കമ്മികൾ. ഈ കമ്മികൾ ഒരു ഇപ്പം എന്തായാലും ഡൽഹിയിൽ അത്യാവശ്യം ഒരു 10 പേരെ കൂട്ടാനൊക്കെ അവർ വിചാരിച്ചാൽ പറ്റും. പക്ഷേ എന്തേ ഇവരാരും ഈ സമരത്തിനും സമീപത്ത് പോലും ചെല്ലുന്നില്ല? അവിടെ ചെന്ന ആകെ ചെന്ന ഒരു കമ്മി, അത് കമ്മിയല്ല കമ്മിണിയാണ്, ആനി രാജയാണ്. അത് പിന്നെ ആനി രാജ ഈ വായു പോയ ഒരു കോടാലിയാണ്, എവിടെയും ചാടി കയറും. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ മതി. ജയിക്ക് അവിടെ ഉണ്ട്. ജയിക്ക് ആദ്യത്തെ ദിവസം കണ്ടോ പോയിരുന്നു അവിടെ. പക്ഷെ ആ സ്ഥിതി പന്തിയല്ല. നമുക്ക് ഇതിനകത്തൊന്നും മുതലെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഐഫോൺ ബോയ്സിന് പിടിക്കില്ല. അപ്പോൾ ജയിക്കൊക്കെ അവിടെ നിന്ന് മുങ്ങി. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ സമരത്തിനോട്, ഈ ദീപ്കയുടെ ഈ പ്രക്ഷോഭത്തോട് സഹകരിക്കാത്തത്? ഇതിനകത്ത് ഒന്നുമില്ല. ഇതൊരു ദേശവിരുദ്ധ സ്വഭാവമുള്ള ഒരു സാധനമാണെന്ന് അവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ JNU 10 പിള്ളേരെ വിളിച്ചിരുന്നു. ഇപ്പോഴും JNUവിൽ SFIക്ക് സ്വാധീനം ഉണ്ടല്ലോ. SFI പരിപൂർണമായിട്ട് അവിടെ നിന്ന് ഇല്ലാതായി പോയല്ലോ. എന്തുകൊണ്ട് SFI പണ്ട് തുക്കടെ ഗ്യാങ്ങിൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലം അറിയാം. ഇപ്പം മറ്റൊരു സംഭവം കേൾക്കണം. രോഹിത് വെമുലയുടെ അമ്മ ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്,
മുസ്ലിം ലീഗുകാർ ഞങ്ങളെ വഞ്ചിച്ചു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെ വഞ്ചിച്ചു, അവർ പറയുന്നതും കേട്ട് ഞങ്ങൾ ചാടി വീണ് ഈ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ വലിയ ആക്ഷേപമൊക്കെ നടത്തി അന്ന്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞതുപോലെ അന്വേഷണമൊക്കെ നടന്നപ്പോൾ അതെല്ലാം വെറും പൊള്ളയാണ്. ഈ മകൻ മരിച്ചത് ഈ ജാതി വിവേചനം കൊണ്ടല്ല, മറ്റു ചില വിഷയങ്ങൾ കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യായിരുന്നു. അപ്പോൾ ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ ഇടതുപക്ഷം ഇവരൊക്കെ വലിയ മുസ്ലിം ലീഗൊക്കെ വലിയ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വന്നവരാണ്. മാത്രമല്ല രോഹിത് വെമുലയുടെ അമ്മയെ കെട്ടി എഴുന്നള്ളിച്ച് കോഴിക്കോട് കൊണ്ടുവരുന്നു, പൊതുപരിപാടി നടത്തുന്നു, ലീഗ് വലിയ ഇതൊക്കെ നടത്തി. എന്നാൽ ഇടതുപക്ഷത്തെക്കാൾ തീവ്രമായ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് കാണിക്കാൻ. ഇപ്പോൾ അവർ പറയുകയാണ് ലീഗുകാർ പറഞ്ഞതൊന്നും തന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞു, തന്നില്ല, വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു, തന്നില്ല, ഞങ്ങളെ പ്രലോഭിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു, ഞങ്ങളെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുകയായിരുന്നു. അതുപോലെയാണ് ഇവിടെ ഈ ഈ ഈ പറഞ്ഞ അല്ല, ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ കനയ്യകുമാറൊക്കെ ഉദിച്ചു വന്നപ്പോൾ അത് പിടിച്ചെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ അല്ലേ? എന്താ ഇവരെ വിളിക്കാത്ത ദിപ്കയും ഈ സോനം വാങ്ചുക്കിനെയൊക്കെ ഒന്ന് വിളിച്ച് കേരളത്തിലെ പല വേദികളിലേക്ക് കൊണ്ട് ആനയിക്കാത്ത. ക്ഷമിക്കണം, ഈ കനയ്യകുമാറിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വലിയ ഇതൊക്കെ നടത്തി. ഈ കനയ്യകുമാർ ഇപ്പം എവിടാ? അതാ ഞാൻ ചോദിച്ചത്. അല്ല, കനയ്യകുമാർ ഇപ്പം എവിടാ? അല്ല, കോൺഗ്രസ്സിലാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇവിടെ മനസ്സിലായി എന്ന് ഇവിടെ വരെ വന്നപ്പോൾ മനസ്സിലായി. കനയ്യകുമാർ ഒറ്റ ഓട്ടത്തിന് നേരെ കോൺഗ്രസിൽ ചെന്ന് കയറി, കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച് അവിടെയും രക്ഷയൊന്നുമില്ല, 8 നില പൊട്ടി, അത് വേറെ കാര്യം. മനുഷ്യന്റെ ബേസിക് നയങ്ങൾ ജയ് ശ്രീറാം എന്ന് വിളിക്കരുത്. ഞങ്ങളെ നാട്ടിലെ ബീഹാറിലെല്ലാം സീതാറാം, ജയ് സീതാറാം എന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ ജയ് ശ്രീറാം എന്നല്ല വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതുമായിട്ട് വന്നതാണ് കനയ്യകുമാർ. കനയ്യകുമാറിൻ്റെ തുടക്കം തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി, ഇവൻ തല്ലുകൊള്ളിയാണ്, ഇവൻ ഈ രാജ്യം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വേട്ടാവളിയനാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് കനയ്യകുമാറിനെ തള്ളിക്കളഞ്ഞത്. ആ കനയ്യകുമാർ കോൺഗ്രസിൽ പോയിട്ട് രക്ഷപ്പെട്ടില്ല. അഭിജിത്തിന്റെ കേസിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു വാക്ക് മറുപടി നൽകിയില്ല. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയോ മറ്റു മന്ത്രിമാരോ മൈൻഡ് ചെയ്തില്ല, ധർമ്മേന്ദ്ര പ്രധാൻ പോലും മിണ്ടിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവരെ ആരും പരിഗണിക്കുന്നില്ല. അത് മാത്രല്ല, ഇവരിപ്പോ ഈ ഡൽഹി പോലീസിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നെഞ്ചു വിരിച്ച് കാണിക്കുക, വെടിവെച്ചോ വെടിവെച്ചോ വെടിവെച്ചോ. അപ്പോൾ ഡൽഹി പോലീസ് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സമരം ചെയ്യണോ, ചെയ്തോ, പിന്നെ വല്ലതും തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചാൽ അതിന് പണി കിട്ടും, തൂക്കിക്കൊണ്ടുപോയി അകത്തിടും, ജാമ്യം കിട്ടത്തില്ല. ഈ ഏത് സാധനം നശിപ്പിച്ചോ അതിൻ്റെ ഇരട്ടി വില അവിടെ കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ, കേസ് വേറെ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ആകെ കുരു പൊട്ടി നിൽക്കുകയാണ്. ആകെയുള്ളൊരു പിന്തുണ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുറച്ച് മാധ്യമ പ്രവർത്തകരാണ്. അവർ ഇതാ ഈ ഇപ്പോൾ ഇങ്ങ് വരും, ഇതാ തൊട്ടപ്പുറത്തെത്തി, എന്താ പറയുക, ചാന്ദിനി ചൗക്ക് വരെ എത്തി, ഇനിയിപ്പോൾ ജന്തർ മന്ദറിലേക്ക് കയറിയാൽ മതി. വിപ്ലവം, ജൻസി കലാപം. അത് കേരളത്തിലെ അതൊരു 1-2 പത്രങ്ങളിൽ വായിച്ചാൽ, ചാനലുകളിലും കാണാം, ഇടിമിന്നൽ പോലെ കോക്രോച്ച് പാർട്ടി മിന്നൽ പിണറാകുന്നു ഡൽഹിയിൽ ജന്തർ മന്ദർ. അങ്ങനെ മോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഡൽഹിയിലിരുന്ന് പറഞ്ഞത്, മോദിക്ക് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ചുകൊണ്ട് ഇതാ കോക്രോച്ച് ജനതാ പാർട്ടിയും അഭിജിത് ദീപ്കെയും ഡൽഹിയുടെ തെരുവോരങ്ങളെ പിടിച്ചു കുലുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പോവുക. ഇവിടെ ഇന്ത്യയിൽ പകലാകുമ്പോൾ അമേരിക്കയിൽ പകലാകണമെന്ന് നിർബന്ധമുള്ള ടീമുകളാണ് ഈ പറയുന്നത്. അതായത് ദിപ്കെ രാത്രി ഉറങ്ങാതെ എവിടെ പോയി കുത്തിയിരിക്കുന്നു, തെരുവിൽ കുത്തിയിരിക്കുന്നു, അപ്പോൾ മോദി ഉറങ്ങാതിരിക്കണം അല്ലേ? അങ്ങനെ ഈ മോദിക്ക് ഈ പറഞ്ഞ സാധനങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ല. മോദിയൊക്കെ വേറെ ഒരുപാട് വലിയ ജോലികളിലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. എന്ന് വെച്ചാൽ ജൻസി കലാപം നടക്കും. ദിപ്കെ 6 ദിവസമായി നമ്മുടെ ഈ റോഡ് വികസനത്തിന് മരം വെട്ടാൻ സമ്മതിക്കാത്ത ആ ടീം, ആ മനസ്സിലുള്ള ടീം. അതെ, അതുകൊണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ മറ്റു മാധ്യമങ്ങളൊക്കെ പറയുന്ന നമ്മുടെ നെഗറ്റീവ് വാർത്തയൊന്നും ഇല്ല. ഡൽഹിയിൽ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാർ, ഡൽഹി ഭരിക്കുന്നത് BJP സർക്കാർ. അവിടെ നെഗറ്റീവ് വാർത്തകളൊന്നും കണ്ടെത്താനാകുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ സങ്കടം. അതാണ്. നോക്കൂ, വേറൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ട്.
നരേന്ദ്രമോദിക്ക് അത് വലിയൊരു വിഷയമാണ്. അദ്ദേഹം അത് ഞാൻ മനസ്സിലാക്കുന്നത് മധ്യപ്രദേശിൽ താമസിയാതെ ഭരണമാറ്റം ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ മാറിയേക്കാം. അല്ല, അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിൽ മൊത്തത്തിലൊരു ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ്. ആ പദവി ദുരുപയോഗം വ്യക്തിയല്ല ബി.ജെ.പി. അത് ബി.ജെ.പി. വലിയ രീതിയിൽ ഇപ്പൊ ബി.ജെ.പിക്ക് മറ്റൊരു വിഷയം ഈ രാമക്ഷേത്രത്തിൽ വന്നിരിക്കുന്ന ഈ കാണിക്കപ്പണത്തിന്റെ മിസ്യൂസ്, അത് ബി.ജെ.പി. വലിയ രീതിയിൽ തന്നെ മോദി അതിന്റെ വിശദീകരണമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് 14 ദിവസമാണ് ട്രസ്റ്റ് അനുവദിച്ചിരിക്കുന്നത്. ട്രസ്റ്റികള് ഒരാൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഏതാണ്ട് കുറെ ട്രസ്റ്റികളുടെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. കേസ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഇതെന്താ പ്രശ്നം എന്നറിയാമോ? ഇവർക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നാൽ ബി.ജെ.പി. ഉടനെ ആക്ട് ചെയ്യും, അത് നടപടി വരും, കേസെടുക്കുന്നു, കേസ് അന്വേഷിക്കുന്നു, അവരെ മാറ്റി നിർത്തുന്നു. അപ്പോൾ പിന്നെ എന്ത് ആരോപണം ഉന്നയിക്കും? പെൺകുട്ടിയെ പിടിപ്പിച്ച ബി.ജെ.പി. യുവമോർച്ച നേതാവിനെ വെടിവെച്ച് മുട്ടിന് പിടിച്ച് അറസ്റ്റ് ചെയ്തതാണ് യോഗിയുടെ പോലീസ്. അവിടെ ഇതൊന്നും ഈ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജനം ഇവരെ ആരെയും വിശ്വസിക്കില്ല. ഈ പറഞ്ഞ നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ത്യ മുഴുവനും പ്രവർത്തനമുണ്ട്. ഇപ്പോഴും അവർ മോശമല്ല. അവർക്ക് അത്യാവശ്യം ബി.ജെ.പിക്ക് 35% വോട്ട് കിട്ടുമെങ്കിൽ അവർക്കൊരു 32% വോട്ട് കിട്ടുന്നുണ്ട്, അല്ലേ? അങ്ങനത്തെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ ആ കോൺഗ്രസ്സിന് പോലും ബി.ജെ.പിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ശക്തമായ സമരം നടത്താനോ ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ ഒരു പ്രക്ഷോഭം നടത്താനോ കഴിയുന്നില്ല. കാരണം അതിനുള്ള അവസരം കൊടുക്കുന്നില്ല ബി.ജെ.പി. ഒരു പ്രശ്നം ഉണ്ടായാൽ ബി.ജെ.പി. ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആരെങ്കിലുമൊക്കെ വേലി ചാടും. അവരെ അപ്പം തന്നെ ക്യാച്ച് ചെയ്യുകയാണ്, അപ്പം തന്നെ കോളറി തൂക്കുകയാണ്, തൂക്കി നടപടി വരികയാണ്. അതാണ് ഇതിനകത്തുള്ളൊരു മെച്ചം. അപ്പോൾ അങ്ങനെ സ്വന്തം പാളയത്തിലുള്ളവർ തെറ്റ് ചെയ്താൽ അവരെ പൂട്ടാൻ മടി കാണിക്കാത്ത മോദിക്ക് ഈ കോക്രോച്ച് പാർട്ടി വല്ല വിഷയമാണോ? കോക്രോച്ച് പാർട്ടിയെ വല്ല രീതിയിൽ അവർ ഭയപ്പെടേണ്ടതുണ്ടോ? അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇതിൻ്റെ ഇടയിൽ അവരുടെ ലക്ഷ്യം സാധിക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ ലക്ഷ്യം 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറിയിരിക്കണം. ലോകത്തിൻ്റെ ഏറ്റവും ഒന്നാമതെത്തി നിൽക്കുന്ന ഒരു വൻ ശക്തിയായി മാറണം ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യ 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് 3ലേക്ക് വന്ന് 3ൽ നിന്ന് 2ലേക്ക് വന്ന് 2ൽ നിന്ന് നേരെ 1ലേക്ക് വരണം എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന പണിയാണ് അവരെടുക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം ഏതാണ്ട് പൂർത്തിയായി വരുന്നു. റോഡുകൾ, പാലങ്ങൾ, ബൈപ്പാസുകൾ, എക്സ്പ്രസ് ഹൈവേകൾ, ബുള്ളറ്റ് ട്രെയിൻ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. ഇപ്പം മെട്രോ തന്നെ എത്ര മെട്രോ ആയി ഇന്ത്യയിൽ, അല്ലേ? ഒരിക്കൽ നമ്മൾ പണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. 2005, 2006 ആയപ്പം ഡൽഹി മെട്രോ ഫങ്ഷനിങ് ഫുൾ സ്വിങ്ങിലായി. പക്ഷെ അന്നൊരു ഡൽഹി മെട്രോയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ എത്ര മെട്രോ ഉണ്ട്? നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഒരു മെട്രോ വന്നു കഴിഞ്ഞു, അല്ലേ? അപ്പോൾ മോദി സർക്കാർ വളരെ എന്തൂസിയാസത്തോടു കൂടി, വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. ജനമാകട്ടെ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. അവർ പിന്നെ എന്തിനാണ്? ഒരു പരീക്ഷാ പേപ്പർ ചോർന്നു, ഉടനെ തന്നെ നടപടിയെടുത്തു, അതിൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു, അത് പുനഃപരീക്ഷ നടത്തുന്നു, വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രശ്നമുണ്ടാകാത്ത വണ്ണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. ശരിയാണ്, വീഴ്ച പറ്റി, അതിൻ്റെ നടപടി തീർച്ചയായിട്ടും എടുക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അത് ബി.ജെ.പി. അല്ല, ആര് ഭരിച്ചാലും അതെ. പക്ഷേ എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു അവസരം കൊടുക്കാതെ കാര്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ബി.ജെ.പിയുടെ വിജയം. അത് കാണാതിരുന്നുകൂടാ. അവിടെ പിന്നെ ഈ കോൺഗ്രസ് വിജയിക്കാത്തടത്ത്, മറ്റ് പ്രാദേശിക പാർട്ടികൾ വിജയിക്കാത്തടത്ത് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം കിടന്ന് കൂവുന്ന കുറേ കുറുക്കന്മാർ എങ്ങനെയാണ് ഈ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്നത്? ഇവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്താൽ ജനം തെരുവിലിറങ്ങുമെന്നാണോ ഇവർ കരുതിയിരിക്കുന്നത്? അത്ര മണ്ടന്മാരും ബുദ്ധിയില്ലാത്തവരുമാണോ ഇന്ത്യയിലെ യുവജനം? അത്ര ചിന്താശേഷി ഇല്ലാത്തവരാണോ? അല്ല, അവർ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതിനേക്കാൾ നന്നായിട്ട് ജൻസികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ കേരളത്തിൽ നടന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ 102 സീറ്റുമായിട്ട് ജയിച്ച് അധികാരത്തിൽ വന്നത്? എന്തുകൊണ്ട് ബി.ജെ.പിക്ക് കേരളത്തിൽ 3 സീറ്റ് കിട്ടി? ഇതാണ് കാരണം. ഈ കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളും കാലഹരണപ്പെട്ട സമരമുറകളും കാലഹരണപ്പെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും ഇനി
ഓടാൻ പോകുന്നില്ല. ഇപ്പോഴും റോഡിലെ ചെളിവെള്ളം കുപ്പിയിലാക്കി സഭയെ കൊണ്ടുവരുന്നത് അത് റോഡിലേക്ക് ഒരു എത്ര മിനറൽ വാട്ടർ എടുത്ത് റോഡിൽ ഒഴിച്ചാലും അവിടുത്തെ ചെളിയിൽ ആ റോഡിലെ വെള്ളം എടുത്ത് പിന്നെ പരിശോധിക്കുമ്പോൾ അത് ചെളി, അതിനകത്ത് ചെളി കാണില്ലേ? എന്തൊരു മണ്ടത്തരങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിനെ ഉയർത്തിപ്പിടിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, ഇതൊക്കെ എന്തൊരു നാണക്കേടാണ്. ഇങ്ങനെ സ്വയം അപഹാസ്യരായി 10 വർഷം ചെയ്ത് ഇത് തന്നെയല്ലേ. അതുകൊണ്ട് ഈ ജൻസി കലാപത്തിൻ്റെ പേരും പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ പ്രതിഭാസം എന്നൊക്കെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച സാധനം ഷൂന്ന് പറഞ്ഞ് നനഞ്ഞ ഓലപ്പടക്കമായി. ഒരു ചലനവും അതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്തായാലും മോദിയോടുകൂടി വളരെ മോഡിയോടുകൂടി മോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മോദിക്ക് ഇക്കാര്യത്തിൽ ഒരു അലംഭാവവുമില്ല, ഒരു ചിന്തയുമില്ല. അത് വളരെ കൃത്യമായിട്ട് പോകേണ്ട മാർഗത്തിൽ കൂടെ അവർ മുന്നോട്ട് പോകും.